ഫ്രണ്ട്സ്, ഞങ്ങളുടെ സ്വന്തം ജെറി ബ്രോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സിമ്പിളാണ്, വളരെ സിമ്പിളാണ് ഈ ഐറ്റം. നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്, വേറെ ഒന്നല്ല. റവയുടെ ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു ഫുഡ് ആയതുകൊണ്ടാണ് നമ്മളപ്പോൾ ഇത് സെലക്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അറിയാം, പക്ഷേ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയാലോ. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. റവ ഉപ്പുമാവാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 കപ്പ് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്, 1/4 കപ്പ് കൊത്തമര ചെറുതാക്കി അരിഞ്ഞത്, 2 സബോള ചെറുതാക്കി അരിഞ്ഞത്, 1 തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, വേപ്പില, 1 ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, 1 കപ്പ് വറുത്ത റവ, 1 ടീസ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കടുക്, ടീസ്പൂൺ നെയ്യ്. ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നെയ്യില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 3 ടേബിൾ ടീസ്പൂൺ എണ്ണ ആദ്യം ചേർത്ത് കൊടുത്താൽ മതിയാവും. എണ്ണയും നെയ്യും ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒരു 5-10 മിനിറ്റ് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉഴുന്ന് ഇവിടെ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് കൊത്തമര ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 സബോള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. ഒരു കപ്പ് തേങ്ങ ചിരകിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തുടർച്ചയായിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. സബോള ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റണമെന്നില്ല. സബോളയും ക്യാരറ്റും കൊത്തമരയും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് വെള്ളമാണ് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കുഴഞ്ഞ ഉപ്പുമാവാണ് വേണ്ടതെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടുതൽ ഒഴിക്കാവുന്നതാണ്. അതെല്ലാം മറിച്ച് ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ 1/2 കപ്പ് വെള്ളം കുറച്ച് ഒഴിക്കണതാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിള വരുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. തീ കൂട്ടി വയ്ക്കാം. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് തിള വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇതുപോലെ നല്ലതുപോലെ യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ
അപ്പോൾ ഇവിടെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി സെർവ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉപ്പും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കി. നല്ല അടിപൊളി ടേസ്റ്റ്, ഒരു രക്ഷയില്ല. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കാം. എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് തന്നെയാണ് ഇതും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇവരെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആരും ലൈക്കും കാര്യങ്ങളൊന്നും തരുന്നില്ല, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ഇല്ല. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.